മുൻ എം പി ചെങ്ങറ സുരേന്ദ്രനെ CPI സസ്പെൻഡ് ചെയ്തു. ഒരു വർഷത്തേക്കാണ് സസ്പെൻഷൻ. ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് പരാതിയെ തുടർന്നാണ് നടപടി. പാർട്ടി അംഗത്വത്തിൽ നിന്നാണ് സസ്പെൻഷൻ. അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺരാജ്, ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആക്ഷേപം അത് പാർട്ടിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു, പരാതിയായി. അതിലിപ്പോൾ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു നേതൃത്വം. എന്താണ് ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെയുള്ള സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് നേതൃത്വം വിശദീകരിക്കുന്നത്? എന്താണ് അരുൺരാജ്? റിജിത്ത്, CPIക്ക് മുമ്പാകെ 3 മാസം മുമ്പാണ് CPI സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പാകെ ഒരു പരാതി എത്തുന്നത്. ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ഇടപാടുകളിൽ മുൻ MP കൂടിയായ ചെങ്ങറ സുരേന്ദ്രൻ, അത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ചുമതല തന്നെ വഹിച്ച സമയത്താണ് സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന പരാതി ഉയർന്നത്. ഈ പരാതി അന്വേഷിക്കാനുള്ള നിർദ്ദേശം, ഇതുമായി ബന്ധപ്പെട്ട പരാതി ജില്ലാ ഘടകത്തിന് കൈമാറുകയായിരുന്നു. ഈ പരാതിയിൽ ചെങ്ങറ സുരേന്ദ്രനോട് പാർട്ടി CPI നേതൃത്വം വിശദീകരണം തേടി. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചെങ്ങറ സുരേന്ദ്രൻ നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്ന് കണ്ടാണ് ഇന്ന് ചേർന്ന CPIയുടെ കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും അതുപോലെ തന്നെ കൌൺസിലും ചേർന്നുള്ള തീരുമാനത്തിൽ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്ത് നിർത്താനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ കടന്നത്. ചെങ്ങറ സുരേന്ദ്രനെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും ഒരു വർഷത്തേക്ക് മാറ്റി നിർത്തും. പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ചെങ്ങറ സുരേന്ദ്രനെ നമ്മൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ ഇപ്പോഴും ഫോണിൽ കിട്ടുന്നില്ല. CPIക്ക് മുമ്പാകെ എത്തിയ പരാതിയിൽ പ്രധാനമായും ഉള്ള ആക്ഷേപം ഈ സാമ്പത്തികമായി ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ചുമതല വഹിക്കുന്ന സമയത്ത് ചില നിയമനങ്ങളിലും ചില ഇടപെടലുകളിലും അടക്കം ഇദ്ദേഹം നടത്തിയെന്നുള്ളതാണ്. പ്രഥമ ദൃഷ്ട്യാ CPIയുടെ അന്വേഷണത്തിൽ ഇക്കാര്യത്തിൽ ചില ശരികളുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ചെങ്ങറ സുരേന്ദ്രനോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയത്. പക്ഷേ ഈ വിശദീകരണത്തിൽ പോലും മതിയായ രീതിയിൽ ഈ പാർട്ടി നേതൃത്വത്തെ പോലും ബോധ്യപ്പെടുത്താൻ ചെങ്ങറയ്ക്ക് കഴിഞ്ഞില്ല. ഇതേ തുടർന്നാണ് സസ്പെൻഷൻ അടക്കമുള്ള നടപടിയിലേക്ക് ഇപ്പോൾ CPI നേതൃത്വം കടന്നിരിക്കുന്നത്. ശരി, നേരത്തെ ഉയർന്നു വന്ന പരാതി, ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആക്ഷേപം, അത് സംസ്ഥാന നേതൃത്വത്തിന് മുമ്പിൽ പരാതിയായി എത്തുകയായിരുന്നു. അത് പക്ഷേ അതിന് തൃപ്തികരമായൊരു വിശദീകരണം നൽകാൻ ചെങ്ങറ സുരേന്ദ്രന് കഴിഞ്ഞില്ല എന്നാണ് CPI നേതൃത്വം വിലയിരുത്തുന്നത്. അതിന്റെ ഭാഗമായി മുൻ MP കൂടിയായ ചെങ്ങറ സുരേന്ദ്രനെ CPI സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഒരു വർഷത്തേക്കാണ് സസ്പെൻഷൻ. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് നേതൃത്വം കടക്കുകയായിരുന്നു. അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.